പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളിയവനും വലിയവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. രണ്ടുപേരിലും കണ്ടുവരുന്ന പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളും വ്യത്യാസങ്ങളുമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എളിയവനെന്നോ വലിയവനെന്നോ ഇല്ലാതെ നമ്മൾ നല്ല ഒരു ഹൃദയത്തിന്റെ ഉടമയാണെന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയവൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേസമയം നമ്മൾ നല്ല പ്രവൃത്തി അല്ല ചെയ്ത് നമ്മൾ പോന്നേണമെന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ എളിയവനെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവനാണ് ഏറ്റവും ഭാഗ്യവാൻ. കാര്യം നമ്മളില് ചിലപ്പോൾ നമ്മൾ നല്ല ഒരു ബിസിനസ്സുകാരൻ നല്ല ഇഷ്ടം പോലെ നമുക്ക് വരുമാനങ്ങളും മാസം തോറും വരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചു. ഉദാഹരണം ഞാൻ പറയുകയാണ്. എന്നിരുന്നാൽ നമ്മൾ ആ പണമെല്ലാം നമ്മൾ സ്വരൂപ കൂട്ടി നമ്മളിൽ തന്നെ ഒതുക്കുവാണെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഒരു ദരിദ്രൻ തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പങ്ക് നമ്മൾ നമുക്കുള്ള സഹജീവികൾക്ക് ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതിൽ ചെറിയൊരു അംശം നമ്മളിലില്ല എന്ന എളിയവന് കൊടുത്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയവൻ. അതേസമയം നമ്മൾ ഒരു കൂലിപ്പണിക്കാരനെ സംഭവിച്ച് നോക്കി കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് അവൻ ഡെയിലി പണിയെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വീട്ടിൽ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം 100-200 രൂപയ്ക്കും ബാക്കിയുള്ളത് അവൻ വെള്ളമടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ കൂടിയോ എന്തെങ്കിലും ചെലവാക്കി അവൻ കളയുകയാണ്. അവന് എൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ഏറ്റവും വലിയ ദരിദ്രൻ തന്നെ, അതായത് മോശപ്പെട്ട ഒരാളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം 1000 രൂപയ്ക്ക് പലരും 1000 രൂപയ്ക്ക് പണിയെടുക്കുന്ന കൂലിപ്പണിക്കാർ പോലും ഈ 1000 രൂപ കിട്ടിയിട്ട് 800 രൂപ വീട്ടിൽ കൊണ്ട് കൊടുത്ത് 100 രൂപ അവന്റെ പേഴ്സണൽ ചെലവിനും എടുത്തിട്ട് 100 രൂപ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. എല്ലാരെയും ഞാൻ കുറ്റം പറയുകയല്ല. അതായത് 90% ആൾക്കാരും ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെടും. 10% ആൾക്കാരാണ് അവൻ വീട്ടുകാരെ നോക്കത്തില്ല, കുട്ടികളെ നോക്കത്തില്ല, അതടിച്ച് കളയുന്നത്. അതേപോലെ തന്നെ പൈസ ഉള്ള ബിസിനസ്സുകാരായാലും പൈസ ഉള്ളവരായാലും ജോലി ഉള്ളവരായാലും ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. ഇതെല്ലാം കെട്ടിപ്പിടിച്ച് എവിടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? എങ്ങും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളതിൽ ഇപ്പം 10 കോടി രൂപയുണ്ട്, അല്ലെങ്കിൽ 100 കോടി രൂപ നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് ആ 100 കോടി രൂപ നമ്മളൊരു മുറിയിൽ എടുത്തു വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വല്ല കാര്യം അതുകൊണ്ട് നടക്കൂ? നമ്മൾ വേണ്ടുന്ന കാര്യത്തിന് അത് പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ എത്രയോ പേർക്കാണ് നമുക്കത് ആശ്രയമായി മാറ്റാൻ പറ്റുന്നത് എന്നൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈ 100 കോടി രൂപ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് നാളെ ഒരു സമയത്ത് ഒരു അസുഖം വന്ന് അവൻ മരിച്ചുപോയി 100 കോടി കൊണ്ടുപോകുമോ? ഇല്ല, കൊണ്ടുപോകത്തില്ല. മരിക്കുന്നവനൊന്നും കൊണ്ടുപോകാറില്ല. ദരിദ്രനായാലും പണക്കാരനായാലും മരിക്കുന്ന സമയത്ത് അവൻ ഒന്നും കൊണ്ടുപോകത്തില്ല. അവനൊന്നും സ്വന്തമല്ല. അവൻ എല്ലാവർക്കും സ്വന്തമായത് 6 അടി മണ്ണാണ് എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റുള്ളവരെയും കൈപിടിച്ചുയർത്തി അവരൊപ്പം കൊണ്ടുപോകാൻ ശ്രമിക്കും. അല്ലാതെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നമ്മൾ ഒരിക്കലും ജീവിച്ച് മുന്നോട്ട് പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കിട്ടുന്നതിൽ ഒരു ഓഹരി നമ്മളെ അർഹതപ്പെട്ട നമ്മളെ എളിയവർക്ക് കൊടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെയുള്ള ജീവിതമാണ് പുണ്യമായ ജീവിതം. അങ്ങനെയുള്ളവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. അവനാണ് ഏറ്റവും ദൈവത്തിന് പ്രിയപ്പെട്ടവൻ. നമ്മളിൽ കണ്ടുവരുന്ന ഈ ഗുണങ്ങളാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലാതെ നമ്മൾ മറ്റുള്ള രീതിയിൽ കാറടിച്ച് നമ്മളെ പൈസകൾ കളയുന്നവനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഏറ്റെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.